നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സർവേ ഫലം എല്ലാ ചാനലുകളും ഇങ്ങനെയാണ് പറഞ്ഞതായിട്ട് ചാനലിൽ ഞാൻ കണ്ടു. ഈ ഈ സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് 4-ാം തീയതി വരെ കാത്തിരുന്നിട്ടൊന്ന് ഫലം പറയുന്നതല്ല ഒന്നുകൂടെ ഭംഗി. പ്രത്യേകിച്ചും ഇടതുപക്ഷം ലാസ്റ്റിൽ 60 ലക്ഷം ആളുകൾക്കാണ് 4000 രൂപ വെച്ച് കൊടുക്കും. ഈ അടിസ്ഥാന ഭാഗത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഇടതുപക്ഷം ചെയ്തു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ചെയ്തു. എന്നിട്ടും വോട്ട് കുറഞ്ഞു പോയി എങ്കിൽ വോട്ട് കുറഞ്ഞാൽ ഞാൻ കുറഞ്ഞില്ലായിരിക്കാം. എന്നാലും ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാം, ശരിയാകാം. ഏതായാലും നമുക്ക് ഇതിനെപ്പറ്റിയൊരു ശക്തമായൊരു അഭിപ്രായം രൂപീകരണവും തീരുമാനവും 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു അവലോകനം നടത്തി അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി. ഇപ്പൊ ഈ സതീശന് മുസ്ലിം ലീഗ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് സമുദായങ്ങളൊക്കെ ആയിട്ട് അറിയാതെ മുഖ്യമന്ത്രിയാകണമെന്ന് ലീഗ് കൂടി പറയുന്നുണ്ട്. അതെ, അതുകൊണ്ട് ലീഗിന്റെ വക്താവായിട്ടാണല്ലോ സതീശൻ നിൽക്കുന്നത്. അതുകൊണ്ട് സതീശന് എപ്പോഴും ഇത്തരം ധൈര്യവും തന്നോടും കൊടുത്ത് എന്തും പറയുന്നതിന് വലിയ ശക്തി ആരാണ്? ലീഗാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയല്ലേ സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ലീഗിന്റെ നേതാക്കന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? അതായത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സതീശൻ പറയുന്നത് ലീഗിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്. ലീഗിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒരു കർശനമായ നിലപാട് അല്ലെങ്കിൽ എപ്പോഴും എതിരഭിപ്രായം പറയുന്നത്. അങ്ങനെയാണോ? അതെനിക്കറിയില്ല. പുള്ളി പകലിങ്ങനെ എഴുത്താൻ പറയും, രാത്രി ഞാനൊരു ടൈപ്പ് നോക്കാനും ആലോചിക്കും. കാരണം ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കുറിച്ചുള്ള ആളുകൾക്ക് പറയാമോ? അതല്ല. കോൺഗ്രസിൽ ആരാകണമെന്ന് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. അവരുടെ പാർലമെന്ററി പാർട്ടി കൂടി ആരായിരിക്കണമെന്ന് അവർ തീരുമാനിക്കണം. അതിന് ലീഗ് മുൻകൂട്ടി ഇന്നാളായിരിക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതല്ല. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ഇവിടെ മാറാട് എത്ര എണ്ണം ഉണ്ടാകും? എന്തെല്ലാം കുഴപ്പം അവർ സൃഷ്ടിക്കും. ഒന്നുമില്ലായിട്ട് എന്തെല്ലാം പറയുന്നു. എൻ്റെ കോലമര കത്തിച്ചില്ല, ഞാനത് ചെയ്തിട്ടാണ്. അവരുടെ സർവാധിപത്യത്തിന് നിന്നു കൊടുക്കാൻ ഘടകകക്ഷികൾ നിർബന്ധരാകുകയല്ലേ? അങ്ങനെയല്ല രാഷ്ട്രീയത്തിന്റെ പോക്ക്. അവരിപ്പോ ഒന്നും പറയുന്നില്ല. അവർ നിങ്ങളെ നോക്ക്, ഇനി പൊട്ടിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല, വകുപ്പിനെ പറ്റിയില്ല എന്നൊക്കെ എന്ത് പഞ്ചാര പറയേണ്ടത്. കാരണം വെച്ചാൽ മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് മറുഭാഗത്ത് പോകാതിരിക്കാനുള്ള അടവുമായാണ്. ഇനിയിപ്പോൾ പൊട്ടിച്ച് റിസൾട്ട് കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അർഹതയുണ്ട്, ഞങ്ങൾക്ക് 27 പേരുണ്ട്, അല്ലെങ്കിൽ 26 പേര് MLA-മാരുണ്ട്, അർഹതയുണ്ടെന്ന് പറയും. അപ്പോൾ അടുത്തുള്ള അത് കിട്ടില്ലെങ്കിലും ഉപമുഖ്യമന്ത്രി ഞാൻ കിട്ടിയേ തീരും. ഇത് പറയുമ്പോൾ ഈ ഇരിക്കുന്നവർ ഈ ബാക്കി ഘടകകക്ഷികൾ ഇരിക്കാൻ പറയുമ്പോൾ കിടന്നു കൊടുക്കുന്ന ആളുകളാണ്. അവർ പറയും തന്നേക്കാമേ പറയും. അവർ അത്ഭുതപ്പെടാനുമില്ല. അവർ ചോദിക്കും, കൊടുക്കും, അല്ലെങ്കിൽ എടുക്കും. അവരെടുക്കുന്നതല്ലേ പതിവ്. ഇപ്പൊ തന്നെ വകുപ്പുകൾ വന്നാൽ എങ്ങനെയാണ്? ഈ സാധാരണ മുഖ്യമന്ത്രിയല്ലേ വകുപ്പ് കൊടുക്കുന്നത്. ഇത് പണക്കാട് തങ്ങളല്ലേ വകുപ്പ് കൊടുക്കുന്നത്. അവിടെയല്ലേ പ്രഖ്യാപിക്കുന്നത്. കേരള ചരിത്രത്തിൽ ജനാധിപത്യത്തെ ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ എന്താ ചെയ്തത്? മന്ത്രിമാരും വകുപ്പും പ്രഖ്യാപിച്ച എവിടെയാണ്? മലബാറിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ലോകത്ത് വല്ലതും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടക്കാൻ ഒക്കാത്തതും നടന്നിട്ടില്ലാത്തതും പല സംഭവങ്ങളും ലീഗ് നടത്തും. അതാണ് അവരുടെ അജണ്ട. അത് തന്നെയല്ലേ അവർ പറഞ്ഞല്ലേ, ഒരു ഷാജി 9 കൊല്ലം ഞാൻ നഷ്ടപ്പെട്ടു, മതമാണ്. ആ 9 കൊല്ലം നഷ്ടപ്പെട്ടത് അതിൻ്റെ അപ്പുറം ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും
ലീഗ് ലക്ഷ്യം വേണ്ടിയില്ല. മതേതരം പറയുന്നൊരു പാർട്ടിയും ഘടകകക്ഷിയും പറഞ്ഞില്ലല്ലോ. അയാൾക്ക് കുഞ്ഞാലിക്കിട്ടിരിക്കുന്ന നിയോജക മണ്ഡലം ഷുവർ സീറ്റ് തന്നെ കൊടുത്തു മത്സരിപ്പിക്കാൻ. ജയിച്ചു വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ അതിശയപ്പെടാനില്ല. നല്ല വകുപ്പും കൊടുക്കും. കാരണം ഏറ്റവും കൂടുതൽ വിപ്ലവം അതിനകത്ത് എന്ന് പറഞ്ഞ ആളല്ലേ. ഒരു ജനാധിപത്യത്തിൽ ഇടതുപക്ഷം തോറ്റു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനാധിപത്യം തോറ്റു, മതാധിപത്യം ജയിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നെ ഇതെല്ലാം വരട്ടെ, ഭരണം കാണുമ്പോൾ അറിയില്ല നമുക്ക്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പിടിവലിയാണല്ലോ കോൺഗ്രസിനകത്ത്. അല്ല, കോൺഗ്രസിനകത്ത് പിടിവലി നടത്തുമ്പോൾ ലീഗുകാർ ഇന്നാളാകണമെന്ന് പറയുമ്പോൾ അവരും പിടിവലി നടത്തുകയല്ലേ അത് കക്ഷി ചേർന്നത്. സതീശനാകണമെന്ന് മുസ്ലിം കാര്യം പറയാൻ അവർക്ക് പറയാൻ കൊള്ളാമോ? പിന്നെ കോൺഗ്രസിനകത്തിന് 3 പേര് ഭയങ്കര പിടിവലിയാണ്. ഓരോരുത്തർ ഹോമം നടത്തുന്നു, തുലാഭാരം നടത്തുന്നു, വഴിപാട് നടത്തുന്നു, അഭിഷേകം നടത്തുന്നു. എന്തൊരു അഭ്യാസങ്ങളാണ്. ഫ്ലക്സ് വയ്ക്കുന്നു. ഇതൊക്കെ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും? ഇടിയുടെ പടയനെയായിരിക്കും പരസ്പരം അധികാരത്തിന്. ഒന്നുമില്ലെങ്കിൽ ഇത് തേദിക്കോ. അതിന് ഞാൻ മനസ്സിലാക്കിയത് ജനറൽ ഇലക്ഷൻ 3 കൊല്ലം കഴിയുമ്പോൾ വരാൻ പോകുന്ന ഞാൻ കേട്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ ഭരണം 3 കൊല്ലയിലേ കട്ടിട്ടുള്ളൂ. ഈ 3 കൊല്ലം ഭരിക്കാൻ പോകുന്നത് 1 കൊല്ലം ഇങ്ങനെ നിന്ന് തിരിയും. പിന്നെ ഒരു 6 മാസത്തോടെ കഴിഞ്ഞാൽ അടുത്ത 1.5 കൊല്ലത്തെ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ടായി. അപ്പോൾ ഈ 3 കൊല്ലത്തേക്ക് ഭരിക്കാമെന്ന ഈ ആളുകളാണ് ഈ കാണിക്കുന്ന വെപ്രാളങ്ങളെല്ലാം മുഖ്യമന്ത്രിയാകാൻ. 3 പേരാണെങ്കിലും പരവേശപ്പെട്ട് കിടക്കുന്നത്. രമേശാണെങ്കിലും സതീശനാണെങ്കിലും വേണുഗോപാലാണെങ്കിലും. അപ്പോൾ ഇതുപോലെ കോൺഗ്രസ്സുകാർ ഈ പണം ഇറക്കിയ ഒരു കാലം ഉണ്ടാകും. നല്ലപോലെ പണം വലിക്കും, ഒരു വാശിയോടുകൂടി പിടിച്ചെടുക്കണമെന്നുള്ള വിചാരത്തോടുകൂടി. പക്ഷെ അതനുസരിച്ചുള്ള ഇടതുപക്ഷത്തിന് മുടക്കാൻ കാശുമില്ല, പിരിക്കാൻ നേരമില്ല, അടിത്തട്ടിൽ ആളുകൾ വേണ്ടത്ര ഇറങ്ങി പ്രവർത്തിച്ചുമില്ല. അതെ, അതെന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്ക് 10 കൊല്ലം ഭരിച്ചില്ലേ. ഭരിച്ചു കഴിഞ്ഞപ്പോഴത്തെ എല്ലാം ഉറക്കത്തിലായി. മേളിലുള്ളവർ എന്ത് നിർദ്ദേശം പറഞ്ഞാൽ താഴെക്കട്ടിൽ പ്രവർത്തിക്കാൻ എവിടെ ഉണ്ടായിരുന്നു? കേരളം ഒട്ടുക്ക് നോക്കിയാൽ താഴെത്തട്ടിൽ പാർട്ടി കേഡറ്റുകൾ താരതമ്യേന ഇറങ്ങി പ്രവർത്തിക്കാൻ വളരെ വളരെ കുറവായിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും താഴെത്തട്ട് എത്തിയിട്ടില്ല അല്ലേ? നേട്ടങ്ങളിൽ പറയാനും പറയിപ്പിക്കാനും പ്രവർത്തിക്കാനും ആൾ വേണ്ടേ? വെറുതെ പറഞ്ഞ് ഗമനടിച്ചിട്ടുണ്ട് വട്ടക്കെട്ടും കണ്ടി നടന്നാൽ മതിയാ. CPM-ന്റെ സംഘടനാ സംവിധാനം ദുർബലമായെന്നാണോ? CPM-ന്റെ സംഘടനാ സംവിധാനമൊക്കെ മേലുള്ളത് തന്നെ. അടിത്തട്ടിൽ ഇലക്ഷൻ വർക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന പല മേഖലകളിലും പരിശോധിച്ചാൽ വളരെ പോരായ്മയുണ്ട്. ഇറങ്ങി നേതാക്കന്മാരായ പാർട്ടി മെമ്പർമാരെന്ന് പറഞ്ഞാൽ അവരാളുടെ അതിനകത്ത് പ്രധാന കക്ഷികൾ ഒരു 25 പാർട്ടി മെമ്പർമാരുണ്ടെങ്കിൽ 5 പേര് പോലും താഴോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് ഫീൽഡിൽ ആശയപ്രകടനം നടത്താൻ വേണ്ടത്ര പലയിടത്തും ഇല്ലാതെ പോയി. ഈ പണ്ടൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഈ ഇടതുപക്ഷത്തിന്റെ കണക്ക് ഇലക്ഷൻ കണക്ക് വരുന്നത് ഒരു വലിയ അത്ഭുതമായിരുന്നു. കാരണം ഇന്റലിജൻസ് കൊടുക്കുന്ന കണക്കിനേക്കാളും കൃത്യതയും ഉണ്ടായിരുന്നു ആ കണക്കിൽ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിന്റെ കണക്കും എവിടെയോ എഴുതി കൂട്ടുന്ന പോലത്തെ ഒരു കണക്കായി പോകുന്നുണ്ട്. അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്, 100% ചെയ്യാം. ഇടതുപക്ഷം എഴുതി കൂട്ടിക്കുന്നത് നിങ്ങൾക്കറിയാവണം. അത് ജയിപ്പിക്കുക, അവരുടെ പ്രവർത്തനം മെച്ചമായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ജയിപ്പിച്ച് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ജയിപ്പിച്ചിരിക്കും. ഫലം വരുമ്പോൾ തോറ്റിരിക്കും. ഇവിടുത്തെ സംവിധാനം കാരണം ഇവിടെ ജയിപ്പിച്ചെഴുതില്ലെങ്കിൽ സംഘടനാ തലത്തിൽ താഴെയുള്ളവരുടെ പ്രവർത്തനം മോശമാണെന്ന് തോന്നുന്നതല്ലേ? മോശമല്ലെന്ന് തോന്നാൽ അതിരിക്കാൻ വേണ്ടിയിട്ട് അവരുള്ളതിനേക്കാൾ ബൂസ്റ്റ് ചെയ്തു. അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ 1-2 സീറ്റൊക്കെ നേടുകയും ചെയ്തു തോന്നേല. അവർ ചുറ്റയായിട്ടും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിൽ പിന്നെയാണ് അത് ഭംഗിയായിട്ട് അവർ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പെർസെൻറ്റേജ് ബേസിസ് ചിലപ്പോൾ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയെന്നല്ല. ഈ BJP പിടിക്കുന്ന വോട്ട് ആർക്കായിരിക്കും ദോഷകരമാവുക? 2 കൂട്ടർക്കും നോക്കുന്നുണ്ട്. ചില മേഖല വരുമ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ മറ്റു മേഖല വരുമ്പോൾ UDF-നായിരിക്കും. ഇതേപോലെ തന്നെ